ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്തിനെല്ലാം ഗായ്സ്, വിശേഷങ്ങൾ സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ കോളേജ് ഞങ്ങളുടെ ഒരു സുന്ദരിയാക്കിയിട്ടുണ്ട് ഗൈസ്. സുന്ദരിയല്ല, സുന്ദരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ സംഭവം ഏകദേശം ഗുട്ടൻസ് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ആക്ച്വലി ഇന്ന് എന്താണ് ഗൈസ്, ആർട്സ് ഫെസ്റ്റിവലാണ് കേട്ടോ. ആർട്സ് ഫെസ്റ്റിവലാണ്. അപ്പോൾ 2-3 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന പ്രോഗ്രാമാണ്. 2-3 ദിവസം എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തോളമായി നമ്മുടെ പ്രോഗ്രാം നടക്കാൻ തുടങ്ങിയിട്ട്. ഓഫ് സ്റ്റേജ് ഐറ്റംസ്, അത് ഇത് മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നും നാളെയും നമ്മുടെ ഓൺ സ്റ്റേജ് ഐറ്റംസ് അരങ്ങേറുകയാണ് ഗൈസ്. അപ്പോൾ കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ നസ്ര കോളേജ് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ കോളേജ് ആയിട്ടുണ്ട്. മുറ്റമെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ 2 സ്റ്റേജിലായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റേജ് നമ്പർ 1 ആൻഡ് അപ്പുറത്ത് മുകളിൽ സ്റ്റേജ് നമ്പർ 2. അപ്പം നമ്മൾ ഈ സ്റ്റേജ് നമ്പർ 2 ഇപ്പം നടന്ന് നീങ്ങുന്നത്. മന്ദം നടന്ന് നീങ്ങുന്നത് ഞങ്ങൾ സ്റ്റേജ് 2 കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വീപ്പാത്തൂസായി ഞങ്ങൾ. കാരണം ജഡ്ജ്മെൻ്റ് ഉണ്ട് ഗൈസ്. ജഡ്ജ്മെൻറ്റ് വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ജഡ്ജ്മെൻറ്റിന് ഞാനും പിന്നെ അഫ്സാന മിസ്സും പിന്നെ നമ്മുടെ HOD സാബിറ മിസ്സും ഞങ്ങൾ 3 പേരുമാണ് ജഡ്ജ്മെൻറ്റിന് പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റേജ് നമ്പർ 2 ആണ്. ഇപ്പോൾ നിങ്ങൾ കാണും. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റേജ് നമ്പർ 2. അപ്പോൾ ഇത് ആക്ച്വലി സെക്കൻഡറി സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അധികം കുട്ടികളൊന്നും ഇവിടെ ഇല്ല. പിന്നെ അതിരാവിലെയാണ് ഗൈസ്. അതിരാവിലെ എന്ന് പറഞ്ഞാൽ 10 മണി കേട്ടോ. ഇവിടെ കോളേജിനെ സംബന്ധിച്ച് അതിരാവിലെ ഇങ്ങനെ ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും അതിരാവിലെ എന്ന് ഞാനൊരു ഐറോണിക്കലി പറഞ്ഞതാണ്. അപ്പോൾ 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റേൺ മ്യൂസിക് സിംഗിളിൻ്റെ ഇവാലുവേഷൻ, ഇപ്പോൾ ഇത് ജഡ്ജ്മെൻറ്റ് ക്രൈറ്റീരിയ ഉണ്ട്, റൂൾസ് ഉണ്ട്, അതിൻ്റെയൊക്കെ സംഭവങ്ങൾ നമ്മളെടുത്ത് തന്നു. പിന്നെ ഗൈസ്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജുകളുടെ പേരാണ് കേട്ടോ. ഇതിൻ്റെ പേര് മണിപ്പൂരാണ്. സ്റ്റേജ് നമ്പർ 2 മണിപ്പൂരാണ്. നമ്മുടെ മെയിൻ സ്റ്റേജ് ഫലസ്തീൻ എന്നാണ് കേട്ടോ. അത് ഫലസ്തീന്, ഇത് മണിപ്പൂർ. ഇത് രണ്ടും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പേരുകളാണ് അല്ലേ. അപ്പോൾ മൈ ഡിയർ ഗോയ്സ്, നമ്മുടെ വെസ്റ്റേൺ മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ 2 എൻട്രീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുട്ടികളെല്ലാം മലയാളം മ്യൂസിക്കാണ് ഇഷ്ടമെന്ന് തോന്നുന്നു. അപ്പോൾ 2 എൻട്രീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് രണ്ടും നമ്മൾ ജഡ്ജ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് അങ്ങനെയാണ് അങ്ങാടിപ്പുറം പാലം ഉണ്ടായത് അല്ല ഗൈസ്, അതല്ല ഞാൻ പറഞ്ഞു വന്നത്. മണിപ്പൂർ സ്റ്റേജ് ആൻഡ് ഫലസ്തീൻ സ്റ്റേജിനെ കുറിച്ചാണ്. രണ്ടും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള 2 സ്റ്റേജ് നെയിംസ് ആണ്. ബട്ട് ഇപ്പോൾ സമകാലിക പ്രസക്തിയുള്ള കണ്ടംപററി റെലവൻസ് ഉള്ള 2 പേരുകളാണ്. കാരണം നമുക്കറിയാലോ, നമ്മൾ ഈ 2 പേരുകൾ എന്ന് പറയുമ്പോൾ കുട്ടികളൊന്ന് ചിന്തിപ്പിക്കാൻ, അതായത് അവിടെ പെർഫോം ചെയ്യുന്ന കുട്ടികളെ ചിന്തിപ്പിക്കാനുള്ളൊരു സംഭവമാണ്. പിന്നെ നമുക്കറിയാം, കല എന്ന് പറയുന്നത്, കല വിരിയുന്നത് കവിഹൃദയത്തിൽ നിന്നാണ്. കവി എന്ന് പറയുമ്പോൾ ആരും കേട്ടോ, കവി എന്ന് പറയുമ്പോൾ വാട്ടെവർ ആർട്ടിസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കവി ഹൃദയം, അധികം കവികളും ഹൃദയം വേദനിക്കുമ്പോൾ എഴുതുന്ന ആളുകളാണ്, അല്ലെങ്കിൽ വേദനയിൽ നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അല്ലേ, അതായത് കല ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഫലസ്തീൻ മണിപ്പൂർ എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്നെല്ലാം കവിത വിരിയട്ടെ അല്ലെങ്കിൽ കല വിരിയട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. മൈമിംഗ് മത്സരം ആരംഭിക്കുകയാണ്. പേര് നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം. അടുത്തത് മൈ ഡിയർ ഗേൾസ്, മൈമിംഗ് മത്സരമാണ്. അപ്പം മൈമിങ്ങിൻ്റെ ജഡ്ജിലും ഞാൻ വന്നിട്ടുണ്ട്, ജഡ്ജസ് പാനലിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ തീം, ആക്ടിങ്, പ്രസൻറ്റേഷൻ, പിന്നെ അതുപോലെ തന്നെ വിഷ്വൽ ട്രീറ്റ്, ഇതൊക്കെയാണ് ഈ മൈമിങ്ങിൻ്റെ ഒരു എന്താ പറയുക, ഒരു ക്രൈറ്റീരിയ നമ്മുടെ ജഡ്ജ്മെൻറ്റിൻ്റെ. അപ്പോൾ അതെല്ലാം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മൈമിങ് നല്ല രസമായിരുന്നു കേട്ടോ. മൊത്തത്തിൽ 3 ടീംസായിരുന്നു ഉണ്ടായിരുന്നത്. 3 ടീമും പ്രസൻറ്റ് ചെയ്തത് ഈ വിമൻ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടാണ്. വിമൻ ഡൊമസ്റ്റിക് വയലൻസ്, അതുപോലെ തന്നെ വിമൻ ഇങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ്, വിമൻ ഇഷ്യൂസ് ആയിട്ടുള്ള 3 സംഭവങ്ങളായിരുന്നു. 3 മൈമും ഏകദേശം ഈ ഒരു സെയിം തീം തന്നെയായിരുന്നു. ഏതിന് നമ്മൾ ഫസ്റ്റ് കൊടുക്കും, ഏതിന് സെക്കൻഡ് കൊടുക്കും കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം എല്ലാം ഒന്നിനൊന്ന് മികച്ച മൈമുകളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഏതിന് ഫസ്റ്റ് കൊടുക്കും സെക്കൻഡ് കൊടുക്കും നമ്മൾ കുറേ ചിന്തിച്ച് കുറേ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് മൈമ്. ഞാൻ കോളേജിൽ ഇതുവരെ പരീക്ഷിക്കാത്തൊരു ഐറ്റമാണ് മൈമ്. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടോ, കൊച്ചു കള്ളി ബാക്കിയെല്ലാം പരീക്ഷിച്ചിട്ടുണ്ട്, വെറും തോന്നലാണ് ഗൈസ്. എല്ലൊന്നും ഞാൻ പരീക്ഷിച്ചിട്ടില്ല.
അതിൽ പരീക്ഷിക്കാത്ത ഒന്നാണ് ഈ മൈമിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കുട്ടികളുടെ ഒരു പ്രസൻറ്റേഷൻ, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഒരു വിഷ്വൽ ട്രീറ്റ് നല്ല അടിപൊളിയായിരുന്നു. കണ്ടില്ലേ ഗൈസ്, ഇത് കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഓവറോൾ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഇവരുടെ ഡ്രസ്സ് കംപ്ലീറ്റ് ബ്ലാക്ക് ആയിരുന്നു ഫസ്റ്റത്തെ. രണ്ടാമത്തെ പീപ്പിൾസും ഇത് മൂന്നാമത്തെയാണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ രണ്ടെണ്ണം കഴിഞ്ഞു പോയി, അത് കോസ്റ്റ്യൂം സെയിം ആയതുകൊണ്ട് മനസ്സിലാവാത്തതാണ്. അപ്പോൾ ഗായ്സ് ഇത് മൂന്നാമത്തെയാണ്. ഈ മൂന്നാമത്തതിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോസ്റ്റ്യൂമാണ് കേട്ടോ. നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു. ഇവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തു. അല്ല ഗൈസ്, ഇത് ആക്ച്വലി രണ്ടാമത്തെ പെർഫോമൻസ്, എനിക്ക് മാറിപ്പോയതാണ് ഗൈസ്, സോറി, ക്ഷമിച്ച് തന്നെ. ഒരു തെറ്റൊക്കെ ഏത് പോലീസുകാരനും പറ്റുമല്ലോ. ഇത് രണ്ടാമത്തെ ആയിരുന്നു കേട്ടോ, രണ്ടാമത്തെയായിരുന്നു. അപ്പോൾ ഇവരും വളരെ മനോഹരമായിട്ട് ചെയ്തു. ഇവർക്കാണ് ആക്ച്വലി ഫസ്റ്റ് കിട്ടിയത് കേട്ടോ. ഫസ്റ്റ് ഇവർക്കായിരുന്നു. ഇവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അല്ല ഗൈസ്, ഇവർക്കാണോ ഫസ്റ്റ്? അതെ, ഇവർക്ക് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. കാരണം ഇവർ വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി അതല്ലെങ്കിൽ എന്നെ ആരും വന്ന് തല്ലിക്കൊല്ലിയത് നസ്ര കോളേജിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ ഇവർക്ക് തന്നെയാണ് മിക്കവാറും. ഇത് മൂന്നാമത്തെ ഗ്രൂപ്പായിരുന്നു. ഇവരുടെ കണ്ടോ വേറൊരു കൈൻഡ് ഓഫ് ഇത് സംഭവങ്ങൾ കണ്ടോ, ഫേസിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. രസമാണ്, വെറൈറ്റി പിടിച്ചു ഇവരെന്ന് തന്നെ പറയാം. ഡ്രസ്സ് കംപ്ലീറ്റ് ബ്ലാക്ക് ആണെങ്കിൽ കൂടെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫേസ് ആണ്, ഇവർ മേക്കപ്പാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ തേർഡ് മൈമ് എന്ന് പറയുന്നത്. ടീം ഫിയോറൻസ, ടീം പ്രോസ്പെരിയസ്, ടീം ടൈറൻസ് ആൻഡ് ടീം റോളിംഗ് റിബൽസ്. കലകൾ കൊണ്ട് പോർക്കളം തീർക്കുമ്പോൾ കലയുടെ വ്യത്യസ്തമായ വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു കലയുടെ തക്കാരം. ഘോരം ആ മൈക്കിൽ എങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോളേജിന്റെ തന്നെ അഭിമാന താരമായ നൗഷാദ് സാറാണ്. നൗഷാദ് സാർ വായ തുറന്നാൽ പിന്നെ ഫുള്ള് കോമഡി, അല്ലാത്ത നേരത്തെ ഫുള്ള് എന്താ പറയുക ഭയങ്കര സീരിയസ് ആണെന്നൊക്കെ തോന്നും. പക്ഷെ ആള് ഭയങ്കര ചില്ലാണ് കേട്ടോ. കോളേജിൽ വളരെ ധൈര്യമുള്ള തൻ്റെ ഇടമുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു സാറാണ് നൗഷാദ് സാർ. അനൗൺസ്മെൻ്റ് ആണെങ്കിൽ കിടുക്കാച്ച അനൗൺസ്മെൻറ്റ്, നമ്മളെന്നെ കോരി തെറിച്ച് ത്രസിച്ച് പോകും. അയ്യോ പടച്ച തമ്പുരാനെ ഗൈസ്, ഒന്നുകൊണ്ട് ബേജാറാവണ്ട. എൻ്റെ മോളുണ്ട് എൻ്റെ കൂടെ എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ അവളുടെ ചില ക്രയവിക്രയങ്ങളും കൂടെ ഇതിൻ്റെ ഇടയിൽ കേൾക്കും. അപ്പോൾ എൻ്റെ തലയിൽ കൂടെ അങ്ങോട്ട് വീണിട്ടേ എന്തിനൊക്കെയോ സംഭവിച്ചിട്ട് ഉള്ളൊരു ദീനരോധനമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഗൈസ്. കുട്ടികളുള്ള ഉമ്മമാരുടെ ദീനരോധനമാണിത്. അപ്പോൾ ഇത് നമ്മുടെ ഇനോഗ്രേഷൻ ആയി തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ ഇവളെ തലയിൽ കൂടെ മറിഞ്ഞപ്പോൾ നമ്മുടെ ചീഫ് ഗസ്റ്റ് വന്നതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ചീഫ് ഗസ്റ്റ് അങ്ങനെ വന്നിട്ടുണ്ട്. അശ്വിൻ ആണ് നമ്മുടെ ചീഫ് ഗസ്റ്റ്. അശ്വിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഒരു ചിരി ബമ്പർ ചിരി അല്ലേ, അതന്നെയല്ലേ ഗൈസ് അതിൻ്റെ പേര്. ഞാനത് കാണാറില്ല കേട്ടോ, പക്ഷേ ബമ്പർ ചിരിയിലുള്ള ആളാണ് അശ്വിൻ. അപ്പോൾ നമ്മുടെ വെൽക്കം ഡാൻസ് ആണിത്. നേരത്തെ ഭരതനാട്യം കളിച്ച കുട്ടി തന്നെയാണ് സെൻട്രൽ എന്നാണ് എൻ്റെ ബലമായ നിഗമനം. അപ്പോൾ എന്താ പറയുക, വളരെ നന്നായിട്ട് എൻ്റെ കുട്ടികളൊക്കെ കളിച്ചിട്ട് അടിപൊളി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ. ഞാൻ ആസ്വദിച്ച പെർഫോമൻസിലൊന്നും ഇതായിരുന്നു കേട്ടോ. നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അശ്വിന് ഒരു ഇമ്പ്രഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. വളരെ നല്ലൊരു കോളേജാണല്ലോ ഇതെന്ന്. പിന്നെ ഗായ്സ്, ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ ആർട്സ് ഫെസ്റ്റിവലിൻ്റെ പേര് ആർട്ടോളം എന്നാണ് കേട്ടോ. ആർട്ട് ഓളം ബാക്കിൽ കണ്ടില്ലേ നിങ്ങൾ, സിന്ദ കോളേജ് യൂണിയൻ നടത്തുന്ന ആർട്ട് ഓളമാണ് ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സ്റ്റേജ് 1 ഫലസ്തീൻ. ഇംഗ്ലീഷിലാണെങ്കിൽ പാലസ്റ്റീൻ എന്ന് പറയും, മലയാളത്തിലാകുമ്പോൾ ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ മതിയല്ലേ, എന്തിനാ വെറുതെ സ്റ്റൈലിഷ് ആക്കുന്നത്. അപ്പോൾ അത് ആർട്ടോളം, ആർട്ട് പ്ലസ് ഓളം, ആർട്ടോളം എന്നാണ്. പിന്നെ ആ ഓ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓയും ലായും ഒരുമിച്ചാണ് കേട്ടോ. ഇപ്പോൾ ഗൈസ് ഇപ്പോൾ പ്രെയർ നടന്നുകൊണ്ടിരിക്കുക, നമ്മുടെ ഇനോഗ്രൽ സെഷനാണ് ഇപ്പോൾ നമ്മുടെ ആർട്സ് ഡേൻ്റെ. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ പ്രെയർ ആണ്. അപ്പോൾ പ്രെയറിന് വേണ്ടിയിട്ട് എല്ലാവരും എണീറ്റ് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ 3 കുട്ടികൾ പ്രെയർ ചൊല്ലുന്നുണ്ട്. ഈ ചടങ്ങിന്റെ അധ്യക്ഷനായിട്ടുള്ള ഫൈൻ ആർട്സ് അഡ്വൈസറും കൂടിയായ രഞ്ജിത്ത് സാറിനെ ഈ പരിപാടിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫൈനാൻസ് സെക്രട്ടറിയാണ് കേട്ടോ. ഫൈനാൻസ് യൂണിയനിലുള്ള നമ്മുടെ ഫൈനാൻസ് സെക്രട്ടറിയാണ്.
അടിപൊളിയാണ് ഗൈസ്. ഈ ആർട്സ് വന്നപ്പോഴല്ലേ ആശാന്റെ കഴിവുകളൊക്കെ പുറത്ത് വന്നത്. ഓരോന്നായിട്ട് കോർഡിനേഷൻ, ലീഡർഷിപ്പ്, പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കൽ, അങ്ങനെയുള്ള എല്ലാ സ്കില്ലും നമ്മുടെ ഫൈനാൻസ് സെക്രട്ടറിക്ക് ഉണ്ട്. ആക്ച്വലി അങ്ങനെ വേണം കേട്ടോ. ഒരു നല്ലൊരു ഇതാണ് ആക്ച്വലി. ഈ ചെയർമാൻ്റെ ഡ്യൂട്ടിനേക്കാളൊക്കെ വലുതാണെന്ന് എനിക്ക് തോന്നും നമ്മുടെ ഇതുപോലെയുള്ള സ്പോർട്സിൻ്റെ ജനറൽ ക്യാപ്റ്റൻ, അതുപോലെ ഫൈനാൻസിൻ്റെ പിന്നെ ഒരു മൊത്തം പ്രോഗ്രാം അവരെ തലയിലായിരിക്കും. അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നല്ല രസമാണ്. ഞാൻ കോളേജിലായിരുന്ന സമയത്ത് വളരെ തന്ത്രപൂർവ്വം ചെയർമാനാകുമ്പോൾ ബാക്കിയുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഇത് ചെയ്യുന്നൊക്കെ പറയാം. ഓവറോൾ ഒരു സംഭവം ഉള്ളത് കൊണ്ട് അങ്ങനെ ഇരുന്നു ഗൈസ്. അപ്പോൾ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുബൈർ സാറാണ്, നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എസ്റ്റീംഡ് പ്രസൻസ് ആണ്. ഗുഡ് മോർണിംഗ്. സ്റ്റേജിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ സുന്ദരമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സൗഹൃദത്തിൻ്റെ ആർത്തോളം ഒത്തുചേരലിൽ നിങ്ങളോടൊപ്പം അല്പസമയം ഇരിക്കാൻ അവസരം നൽകിയതിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ പ്രോഗ്രാമിന് എല്ലാവിധ കൃത്യമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഗൈസ്, ഇപ്പൊ സംസാരിച്ചു പോയത് നമ്മുടെ നെസ്രയുടെ കണ്ണിലുണ്ണിയായ മാനേജർ സാറാണ്. മാനേജർ റൌഫ് സാറാണ് കേട്ടോ. റൌഫ് സാർ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ചെന്ന സമയത്ത് എൻ്റെ റീൽസ് എന്നൊക്കെ പറഞ്ഞ 1-2 കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു റൌഫ് സാറ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. ആൾ ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്റ്റാഫ് സെക്രട്ടറി, പിന്നെ പിന്നെ നമ്മുടെ വൈസ് പ്രിൻസിപ്പൾ, പുതിയ വൈസ് പ്രിൻസിപ്പൾ ചാർജ് എടുത്തിട്ടുണ്ട്, പുതിയ വൈസ് പ്രിൻസിപ്പൾ, പിന്നെ അങ്ങനെ കുറേ പേരൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈസ് പ്രിൻസിപ്പൽ ആക്ച്വലി 2 ദിവസം മുന്നെങ്ങാണ്ടാണ് ചാർജ് എടുത്തത്. അപ്പം തന്നെ നമ്മുടെ ആർട്സും കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അങ്ങനെയൊക്കെ. ഇത് നമ്മുടെ കോളേജ് ചെയർമാൻ അൻഷിഫ് സാറാണ് കേട്ടോ. അൻഷിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരം കൊണ്ട് ആരെയും തോൽപ്പിക്കാനാകാത്തൊരു വ്യക്തിത്വമാണ് കോളേജിൽ. പിന്നെ തടി കൊണ്ടും ആരെയും തോൽപ്പിക്കാനാകാത്തൊരു പ്രകൃതമാണ്. അങ്ങനെയൊക്കെയാണ് അൻഷിഫ്. പിന്നെ ഇനി റബ്ബേ ഇതൊക്കെ ബോഡി ഷേമിംഗ് ആണെന്ന് പറയും. ഞാനൊരു കോമഡി ആയിട്ട് പറഞ്ഞതാണ് ഗൈസ്. അപ്പോൾ അതാണ് ഗൈസ് കഥ. അപ്പം നമ്മുടെ അശ്വിൻ സംസാരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് എല്ലാവരുടെയും കഴിഞ്ഞ് ഇനോഗ്രൽ സെഷൻ കഴിഞ്ഞതിന് ശേഷം പ്രസംഗിക്കാമെന്ന് പറഞ്ഞിട്ട് അശ്വിൻ വീണ്ടും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ രഞ്ജിത്ത് സാറുമായിട്ട് എന്തൊക്കെയോ കുശലാന്വേഷണം നടത്തുന്നത്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു കേട്ടോ ഇത്. കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്കായിട്ടുള്ള അദീബ് സാറിന് എന്താ പറയുക ട്രോഫി കിട്ടി. കാരണം NSSൻ്റെ വോളണ്ടിയർ എന്ന് പറയാൻ പറ്റുമോ ഗൈസ്? അങ്ങനെ NSSൻ്റെ സൂപ്പർ ഹെഡഡ് NSSൻ്റെ തലൈവർ എന്ന് പറയാം. നെസ്ര കോളേജിലെ NSSൻ്റെ തലൈവർ. ആർക്കും വിട്ടുകൊടുക്കാതെ ഏകാധിപത്യമല്ല, ഡെമോക്രാറ്റിക് ആണ് സാറ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് കൊണ്ടു നടക്കുന്ന അദീബ് സാറിന് ഗിഫ്റ്റ് കിട്ടുന്ന അതിൽ കൂടുതൽ സന്തോഷം വേറെ ഒന്നുമില്ല. ഇത് നമ്മുടെ ശ്രുതി മിസ്സാണ്. ശ്രുതി മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി മിസ്സിൻ്റെ ഒരു ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ചിരിയാണ് ഗൈസ്. മനോഹരമായിട്ടുള്ള ചിരിയാണ്. അപ്പോൾ ശ്രുതി മിസ് ആയിരുന്നു നമ്മുടെ ഫൈൻ ആർട്സിൻ്റെ കോർഡിനേറ്റർ. ശ്രുതി മിസ്സും അതുപോലെ രഞ്ജിത്ത് സാറുമാണ്. അപ്പോൾ മിസ്സാണ് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഫോർമൽ സെഷൻ കഴിഞ്ഞ് നമ്മുടെ ഫ്ലോർ ഈസ് ഹാൻഡഡ് ഓവർ ടു നമ്മുടെ ചീഫ് ഗസ്റ്റ് കേട്ടോ. അപ്പോൾ ചീഫ് ഗസ്റ്റ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും കയ്യിലെടുക്കണം. ഇവർ കൊമേഡിയൻസ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും വേണമെന്നില്ല. അവർക്ക് ആളുകളങ്ങോട്ട് പുഷ്പം പോലെ കയ്യിലെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചീഫ് ഗസ്റ്റിൻ്റെ കുറച്ച് വർത്താനങ്ങൾ കേൾക്കാം. ഇത്രയും ദൂരം കാരണം ഗുരുവായൂരിൽ നിന്ന് വരണം, വന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇത് അറ്റൻഡ് ചെയ്ത് തിരിച്ചു പോയിട്ട് രാത്രി നൈറ്റ് ഷൂട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ അൻഷിഫ് എന്നെ വിളിച്ച സമയത്ത് ആദ്യം ഞാൻ ഓക്കെ ആയിരുന്നില്ല. കാരണം എനിക്ക് ഇന്നായിരുന്നു ശരിക്കും ഷൂട്ട്. ഓൾറെഡി രാവിലെ ഷൂട്ട് പറഞ്ഞിരുന്നു. എന്നിട്ട് ഇന്നലെ എനിക്ക് നമ്മുടെ കോട്ടയ്ക്കൽ ആയുർവേദശാല കോളേജില്ലേ, അപ്പോൾ ആ കോളേജിലായിരുന്നു ഫംഗ്ഷൻ. അത് ഓൾറെഡി അവിടെ പറഞ്ഞ് ഒരു കട്ടൗട്ടൊക്കെ അടിച്ച് അവിടെ പ്രൊമോഷനൊക്കെ തുടങ്ങി. എന്നിട്ട് ഞാൻ 4-ാം തീയതി വിളിച്ച് പറഞ്ഞ് എനിക്ക് വരാൻ പറ്റില്ല, ഇന്നലെ ഷൂട്ടുണ്ട് എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ടാണ് കഷ്ടപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മളതിനുള്ള റിസൾട്ട് കണ്ടെത്തും. വേറെ ഒന്നുകൊണ്ടല്ല, ചെറുത് മുതലേ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഈ പൃഥ്വിരാജിനെയൊക്കെ കാണണം അല്ലെങ്കിൽ കൂടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളാണ്. ഇപ്പൊ ആളുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കും. ആളുടെ കൂടെ പേരായിട്ട് കംപ്ലീറ്റ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. നാടകങ്ങൾ എഴുതാനൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്ത ഒരാളാണ്. എന്ന് വെച്ചാൽ പൈസ ഒരുപാട് ഉള്ള സ്കൂളുകൾ ഒരുപാട് പൈസ മുടക്കി പുറത്തുനിന്ന് നാടകങ്ങൾ പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ആളുകളെ കൊണ്ടുവരുമ്പോൾ ഞാൻ കാഞ്ഞിരപ്പുറം LP സ്കൂളിലാണ്
ഞാൻ പഠിച്ചത്, ഈ UP സ്കൂളൊക്കെ പഠിച്ചത്. എന്ന് വെച്ചാൽ കാരപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 ഞാൻ കോഴിക്കോട് പഠിക്കുമ്പോൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ക്ലാസ് അവസാനിക്കുന്നതിനുള്ളിൽ 12 കാക്ക ക്ലാസ്സിനുള്ളിൽ കൂടെ ക്ലോസ് ചെയ്യും. അങ്ങനത്തെ ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ വെച്ചാൽ അവിടെ ഒരു കലോത്സവം വന്നു കഴിഞ്ഞാൽ അവിടെ പരിപാടിക്ക് പങ്കെടുക്കണമെങ്കിൽ ഞാൻ പൈസ എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ഓട്ടോ വരണം. ഈ സെറ്റൊക്കെ നാടക സ്ഥലത്ത് കൊണ്ടുപോകണമെങ്കിൽ അമ്മയുടെ ഓട്ടോ വിളിച്ച് ഞാൻ തന്നെ കൊണ്ടുപോകണം. ഓട്ടോ വിളിക്കും, അമ്മയുടെ ഓട്ടോ വിളിച്ച് വേണം ഞാൻ കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ സമയം തൊട്ട് നമുക്ക് എഴുതാനുള്ള ആഗ്രഹമുണ്ട്. കാരണം പുറത്ത് നാളെ വിളിക്കാൻ പൈസ ഇല്ല. അപ്പം ഞാൻ തന്നെ എഴുതും. ഞാൻ തന്നെ എഴുതിയ നാടകങ്ങളാണ് പലതവണ കോഴിക്കോട് നിന്ന് നമ്മുടെ എന്നെ കണക്ട് ചെയ്യുന്ന സ്കൂളിനെ സംബന്ധിച്ച് സബ് ജില്ലയിലും ജില്ലയിലും സ്റ്റേറ്റിലും വരെ പോയിട്ടുണ്ട് ഞാൻ എഴുതിയ നാടകങ്ങളിൽ. എന്ന് വെച്ചാൽ പറയാൻ കാരണം, ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുമ്പോൾ ഉള്ള റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ആ എഴുത്ത് എനിക്ക് പിന്നീട് സ്ട്രോങ് ആയി ഗുണം ചെയ്ത് ഇപ്പം ബേസിൽ ജോസഫ് ടോവിനോ സിനിമയുടെ തിരക്കഥ എഴുതിയതിനാണ്. എന്ന് വെച്ചാൽ അത് പറയാൻ കാരണം ഇല്ലായ്മയിൽ നിന്ന്. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് നാടകം ചെയ്തേ പറ്റുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്യില്ല. എംപ്ലോയ്മെന്റ് കാർഡ് കിട്ടിയിട്ടില്ല ഞാൻ ഇതുവരെ. കാരണം എനിക്ക് കാര്യമില്ല, ഞാൻ അത് വെച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ കോളേജിൽ നിന്ന് ഞാൻ വിളിച്ച് എന്തും ചെയ്യാൻ ധൈര്യമുള്ള, അല്ലെങ്കിൽ ഇവിടെ ധൈര്യമുള്ള ആരെങ്കിലും 2 പേര് വീഴുമെന്ന് ചോദിച്ചപ്പോൾ ധൈര്യമായിട്ട് കയറി വന്നു. അവരെന്തും ചെയ്യാൻ റെഡിയാണ്, അവർ ഓക്കെയാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളോട് ഒന്നും ചെയ്യണമെന്നില്ല, കാര്യമായിട്ട് ചുമ്മാ ഒന്ന് കയറി വരാൻ പറ്റും. ഇവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവരെ ധൈര്യത്തിൽ ഇവര് കയറി വന്നു. ഇനി ഇവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നാൽ ആ വരവിൽ ഞാൻ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. കൈയുടെ എങ്ങനെ ഞാൻ കയറി വരുമ്പോൾ ഹാപ്പിയാവുന്നു. ഓക്കെ, പേരെന്താ? അപ്പോ അപ്പവും മിന്നും ചന്തുവും നിൽക്കുകയാണ്. നല്ല പേരുകളാണ്. ഞാനില്ല ചിത്രത്തിൽ. ചങ്കോറ്റുള്ള ഈ കോളേജിന്റെ അഭിമാന താരങ്ങളാണ്. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയണം, അല്ലെങ്കിൽ കോഴി പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്കുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ പോലീസുകാരൻ, പോലീസ് കാര്യാക്കി. ഇതാണ് നമ്മുടെ ലാലേട്ടൻ. ഇതാണ് നമ്മുടെ അനാഥാലയത്തിലെ, കലാപരമായി മാത്രം അനാഥാലയത്തിലെ പാവം. ഓക്കെ, ഇപ്പൊ ലാലേട്ടൻ ഇത് വെച്ച് ഇടിച്ചു വീഴൂ, എന്നിട്ട് പോയി, എന്നിട്ട് അവിടെ പോയി തിരിഞ്ഞില്ലേ ഞാൻ വിളിക്കുമ്പോ വന്നാൽ മതി. ഓ, നീ വരുമോ? കഴിഞ്ഞു, കത്തം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അനാഥാലയത്തിലെ നീ അനാഥാലയം, നീ പോലീസുകാർ ഇവിടെ അല്ലേ? അപ്പൊ ഓക്കെ, അപ്പൊ ഈ കോളേജിലെ അഭിമാന താരങ്ങളാണ്. നാളെ എന്തെങ്കിലുമൊക്കെ ആവാൻ സാധ്യതയുള്ള താരങ്ങളാണ്. അതുകൊണ്ടാണ് വിളിച്ചപ്പോൾ കയറിയത്. മനസ്സോടെ തന്നെ പ്രാകരുത്, എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണം. അപ്പോ അനാഥാലയത്തിലെ ഈ കുഞ്ഞിന് ഈ പോലീസുകാരൻ ഒന്ന് ദേഷ്യം പിടിച്ച് പീഡിപ്പിക്കും. അണ്ടർലൈൻ പേടിപ്പിക്കും. അപ്പൊ ഇവിടെ വന്ന് ദേഷ്യം പേടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മെയിൻ പരിപാടി അവിടെയാണ്. ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും പറഞ്ഞ് ഇവന് പേടിപ്പിച്ചാൽ മതി, നീ പേടിച്ചാൽ മതി. പേടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ വരും, വന്നിട്ടാണ് ബാക്കിക്കുന്നത്. ഈ അനാഥാലയത്തിൽ ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ അർഹതയില്ല. അടുത്ത പരിപാടി കൂടി സമന്വയ കലാവേദി അനുസരം ഒരു എന്താ പറയാ, നമ്മൾ പെട്ടെന്ന് പേടിപ്പിക്കാം. പേടിച്ചപ്പോ ഈ ചിരിച്ചു. ഓക്കെ, ലാലേട്ടൻ വന്നേ. ഇങ്ങനെയല്ലേ ലാലേട്ടാന്ന് വിളിക്കാൻ എനിക്ക് സങ്കടമുണ്ട്, എന്നാലും കലാപരമായി നീങ്ങി എന്നെ പറ്റുള്ളൂ. അപ്പൊ ലാലേട്ടൻ നിൽക്കുക അവിടെ നിന്നില്ലേ. അപ്പൊ ലാലേട്ടൻ ആരെ കണ്ടു? പോലീസുകാരനെ കണ്ടു. അടുത്ത സീൻ എന്താ? പോലീസുകാരനെ നെഞ്ചത്തെടുത്ത് കാല് വയ്ക്കണം. വയ്ക്കണ്ട, ഞാൻ സഹായിക്കാം. പറ്റോ? ആ, ഓക്കെ, മുന്നോട്ട് ഞാൻ ഓക്കെ, റെഡി. പിന്നെ ഞാൻ കൊടുക്കാൻ നിൽക്കുന്ന ഇവിടെ ഞാൻ പറഞ്ഞുതരാം. പറയുന്നത് അതുപോലെ പറയണം. ഒരു ശതമാനം തെറ്റരുത്, കറക്റ്റായിട്ട് പറയണം. ഓരോ ഡയലോഗും പഞ്ചാണെങ്കിൽ കൈയടിക്കണം. സവാരി ഗിരിഗിരി, സവാരി ഗിരിഗിരി. പോ മോനെ ദിനേശ, പോ മോനെ ദിനേശ. എന്റെ പിള്ളേരെ തൊടുന്നോടാ, എന്റെ പിള്ളേരെ തൊടുന്നോടാ. എന്റെ പിള്ളേരെ തൊടുന്നവന്റെ, എന്റെ പിള്ളേരെ തൊടുന്നവന്റെ മസ്തിഷ്കത്തിൽ വ്യത്യസ്ത ഗൈസ്, എന്തോരം മനോഹരമായ നിമിഷങ്ങളായിരുന്നു എന്നറിയോ ഗൈസ്.
നമ്മുടെ അശ്വിൻ സ്റ്റേജിനങ്ങോട്ട് കയ്യിലെടുത്ത് കുലുക്കി മറിച്ച് അട്ടിമറിച്ചു. എൻ്റെ എല്ലാ വ്ളോഗിലും നിങ്ങളുണ്ട്, നല്ല പ്രൊമോഷൻ വർക്ക് കിട്ടുള്ളൂ. സുജാമിസും സുഹൃതം താരം ഗുരു ശരഫുടെ നിധിമതി സന്തോഷം. ചായ കുടിക്കാൻ പോയ ബളഹം നിങ്ങൾ കേട്ടല്ലോ. ബളഹം എന്നൊക്കെ ഞാൻ ബഹളത്തിന് പറയും കേട്ടോ. അപ്പൊ അതിന് പോയപ്പോ പഴംപൊരിയുടെ എണ്ണ തട്ടിയിട്ട് എൻ്റെ സ്ക്രീൻ അങ്ങോട്ട് ഡിംഗോൾഫിക്കേഷൻ ആയി ഗൈസ്. അങ്ങനെ ഞാൻ തുടച്ച് സുന്ദരക്കുട്ടപ്പിയായി വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ മാപ്പിളപ്പാട്ടാണ് ഇപ്പൊ സ്റ്റേജിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അതാ ഇനബേബിന്റെ സൗണ്ടൊക്കെ കേൾക്കൂട്ടോ. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, എൻ്റെ ചിന്ന കിടാവാണ് ഇനബേബി. അവളെ ഞാൻ പുറത്താക്കി വാതിലടിച്ച് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു ഗൈസ്. പക്ഷെ അവളെ കരഞ്ഞു വീണ്ടും എൻ്റെ കൂടെ ഉള്ളിലേക്ക് പോകുന്നു. അപ്പൊ അവളും ഞാനും കൂടെ ഒരുമിച്ചാണ് ഇപ്പൊ വ്ളോഗിന് എൻ്റെ സൗണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മാപ്പിളപ്പാട്ട് മഹാവില്ലന്മാരാണ് കേട്ടോ. നന്നായിട്ട് പാടുന്നുണ്ട് എല്ലാവരും. പക്ഷെ സൗണ്ട് ഞാൻ എല്ലാം കൊടുത്തിട്ടില്ല, കാരണം കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താ പറയാ, ഒരു തലയും വാലും തുമ്പുണ്ടാവില്ല, അല്ലെങ്കിൽ ഫുള്ള് കംപ്ലീറ്റ് വേണമല്ലോ. അതില്ലാത്തത് കൊണ്ടാണ് ഗൈസ് ഞാനിങ്ങനെ എൻ്റെ ശബ്ദം നിറച്ച് കുത്തി നിറച്ചങ്ങോട്ട് ഒരു തീരുമാനമാക്കുന്നു, പരിവാക്കുന്നു. അപ്പോൾ മാപ്പിളപ്പാട്ടിന് കുറച്ചൊക്കെ എൻട്രേസ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ നിഗമനം. കണ്ടോ, ഇത് അടുത്ത ചെസ് നമ്പറാണ്. അങ്ങനെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട മാപ്പിളപ്പാട്ടുകളുമായിട്ട് കുട്ടികൾ മുന്നിലേക്ക് വരുന്നു. ഞാൻ എന്താ ആലോചിച്ചത്, എൻ്റെ റബ്ബേ ഇതൊക്കെ ഇങ്ങനെ ഇവർ കാണാപാഠം പഠിക്കുന്നതെന്ന്. അത്രയും വലിയ നീണ്ട പാട്ടുകളല്ലേ. അങ്ങനെ നമ്മുടെ സാബിറ മിസ്സിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ദ കോളേജ് യൂണിയൻ നടത്തുന്ന ആർട്ടോളം എന്ന് പറയുന്ന ആർട്ട് ഫെസ്റ്റിവലിന് സർട്ടിഫിക്കറ്റ്സ് എഴുതുക എന്നുള്ളതാണ്. മിസ്സിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ് ഗോയ്സ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് 5 വയസ്സൊക്കെ പറ്റൂല, അതുകൊണ്ട് എന്നെ കണ്ടറിഞ്ഞ് എന്നെ വിളിച്ചിട്ടുമില്ല. പിന്നെ ഞാനൊക്കെ ഗൈസ് അതൊരു ഒപ്പനക്കുട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ ഒപ്പനക്കുട്ടീനെ കാണിച്ചു തന്നതാണ് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഞാൻ ബോർഡിലൊക്കെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞ കുട്ടികൾ ചോദിക്കും എൻ്റെ മിസ്സേ ഏതാണ് ഞങ്ങൾ ഹാൻഡ് റൈറ്റിംഗ്. അപ്പൊ ഇനി അടുത്ത പരിപാടി വട്ടപ്പാട്ടാണ്. അതിന് മുന്നേ വയറിന്റെ പാട്ട് അങ്ങോട്ട് തീർക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഇംഗ്ലീഷ് ബേക്കറിയോ, അത് ഞങ്ങൾ ബ്രിട്ടീഷ് ബേക്കറി എന്നാണ് പറയാറില്ല കേട്ടോ. അങ്ങനെ ഇംഗ്ലീഷോ ബ്രിട്ടീഷ് എന്തൊരു, അവിടെ പോയിട്ടൊരു ലൈമല്ല ഗൈസ്, അവിൽ മിൽക്ക് ഞാനും നജ്മ മിസ്സും അങ്ങോട്ട് കുടിച്ചു പോന്നു. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് കുടിച്ചില്ല, കാരണം അതിനെന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയപ്പോൾ അവിടെ വെച്ചങ്ങോട്ട് പോന്നു. പിന്നെ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ കോളേജ് യൂണിയൻകാർ കഷ്ടപ്പെട്ട് ഇന്നലെ രാത്രി ഉറങ്ങാണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള തോരണങ്ങളും അതുപോലെ തന്നെ ഡെക്കറേഷൻസ് ഒക്കെയാണ്. മാപ്പിള സമൂഹത്തിലെ സകലമാന തലങ്ങളെയും തൊട്ടുനിർത്തുന്ന സംഗീത കലാപാരമ്പര്യമുള്ള സത്തുൾക്കൊണ്ട ഹൃദയവർണ്ണകമായ കലാരൂപം. ഹൃദയവർജകമായ ചായം, മുറുക്കം തുടങ്ങി മനസ്സിനെ കണ്ണഞ്ചിപ്പിക്കുന്ന താളവുമായി നൗഷാദ് സാറിന്റെ അനൗൺസ്മെന്റിന് മുന്നിൽ നമ്മുടെ സ്റ്റേജും അതുപോലെ ഓഡിയൻസും കോരിത്തെരിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ് നമ്മുടെ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് വട്ടപ്പാട്ടാണ്. അപ്പൊ വട്ടപ്പാട്ടിന് ഇതാ നമ്മുടെ അടുത്ത അനൗൺസർ നമ്മുടെ ഷെഫീഖ് സാറാണ്. ഷെഫീഖ് സാറും പുലിയാണ് ഗൈസ്. ഈ ബാക്കിൽ നിൽക്കുന്നവരുണ്ടല്ലോ മഹാലംബന്മാരാണ്. ഇവരിങ്ങനെ കള്ളക്കളി എന്നാ പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെയാണ് ഗൈസ് കേട്ട് കള്ളക്കേളു എന്നാ വിളിക്കുന്നത്. ആ സെന്ററിൽ നിൽക്കുന്ന പുതിയാപ്പിള ഉണ്ടല്ലോ, അവന്റെ പേര് കേളു ആണെന്ന് പിന്നെ അറിഞ്ഞു. അങ്ങനെ ഗായ്സ് വട്ടപ്പാട്ടിലെ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യത്തെ വട്ടപ്പാട്ടിലെ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഷാർപ്പ് വോയിസ് എന്ന് പറയാലോ. അങ്ങനെ ആ ഷാർപ്പ് വോയിസിന്റെ ഫാനായിപ്പോയി ഞാൻ. അയ്യോ കൊളാക്കണ്ട.
അല്ല ഗോയ്സ്, പുതിയ പിള്ളേർക്ക് മാത്രം പ്രോഗ്രാം മതിയോ? പുതിയണ്ണാൾക്ക് വേണ്ടേ? അങ്ങനെ വാശിയോട് കൂടെ വീറോട് കൂടെ നമ്മുടെ ഒപ്പന മത്സരമാണ് ഇപ്പൊ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ 5 ഒപ്പന ഉണ്ടായിരുന്നു മൈ ഡിയേഴ്സ്. പക്ഷെ എന്താണെന്നറിയോ, സ്റ്റേജിൽ ഭയങ്കര ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന വ്ളോഗുകൾക്ക്, ഞാൻ എടുക്കുന്ന വീഡിയോസിനൊന്നും ക്ലാരിറ്റി ഇല്ല. ഫുൾ എന്തോ വെള്ള സംഭവമാണ്. അത് ആക്ച്വലി എൻ്റെ പ്രശ്നമല്ല ഗൈസ്. എൻ്റെ ക്യാമറ ആംഗിൾ ശരിയില്ല എന്ന് പറഞ്ഞാൽ എന്നെ റിസീറ്റ് പറയേണ്ട. സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ക്ലാരിറ്റിൻ്റെ ഇഷ്യൂ ആണ്. അടുത്തത് ഗ്രൂപ്പ് സോങ് വെസ്റ്റേൺ. Romeo, take me somewhere you can be alone. I'll be waiting all this time. Mr. Love, you'll be the princess. I'll be the princess. It's a love story, baby. Just say yes. ഇതൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റേജിന്റെ തൊട്ട് താഴെ ഇരുന്ന് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വിശേഷങ്ങൾ എത്രയ്ക്കുള്ള ഞാൻ ഇനി വീട്ടിലേക്ക് പോകണം. ടാറ്റാ ബൈ ബൈ, സി. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും